നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിന്റെ വികസന മുരടിപ്പിനെതിരെ നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്തിന്റെ വസതിയിലേക്ക് NDA മാർച്ച് നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ ദേശീയ താരമായ U ഷറഫ് അലി. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നിലമ്പൂരിൽ LDF നേതൃയോഗം ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്ന നീക്കത്തിനെതിരെ സംയുക്ത സംഘടന NCC-OEEE ജോലിയിൽ നിന്ന് 2 മണിക്കൂർ വിട്ടുനിന്ന് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 4.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി രാഹുൽ SK ആണ് ഡാൻസ് ഓഫ് SI V മോഹനകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്. എടവണ്ണ പോത്തുപെട്ടിയിൽ പ്രവർത്തിക്കുന്ന 2 ഫർണിച്ചർ ഷെഡുകൾ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. 2 വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഷെഡുകളാണ് കത്തിയമർന്നത്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിന്റെ വികസന മുരടിപ്പിനെതിരെ നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്തിന്റെ വസതിയിലേക്ക് NDA മാർച്ച് നടത്തി. മാർച്ച് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘനാളത്ത് കുടുംബാധിപത്യപരമായ കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി കോൺഗ്രസ് MLA യാതൊരുവിധ തരത്തിലുള്ള ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം നിലമ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് MLA-മാർ നിലമ്പൂരിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് NDA നിലമ്പൂർ നിയോജക കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളുടെയും അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു ധാരണ പടർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. എന്ത് ചെയ്താലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വികസനം കൊണ്ടുവന്നാലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വികസനം കൊണ്ടുവന്നില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും, ഞങ്ങള് മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ ജയിക്കും, ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. ഒരുതരം രാഷ്ട്രീയപരമായ അടിമത്തത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനം വരാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ളൊരു അഹങ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെയും സൃഷ്ടിച്ചതാണ്. അത് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു സർവാധിപത്യമായിരുന്നു. 1970-കൾ വരെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായിരുന്നു. അന്നുമാണ് ഇന്നുമാണ്. അവര് അങ്ങനെയാണ് ചിന്തിച്ചത്, എന്ത് ചെയ്താലും കോൺഗ്രസ് ജയിക്കും. എന്നാൽ 1967-ലും ചെറുതായിട്ടെങ്കിലും കോൺഗ്രസിന് ഒരു തിരിച്ചടിയുണ്ടായി. 1977-ൽ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടിയുണ്ടായി. അതിനുശേഷം ഈ രാജ്യത്ത് കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും അവരുടെ പിന്തുണ, ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു തുടങ്ങി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനം മാത്രമേ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA-യുടെ വസതിക്ക് 100 മീറ്റർ അകലെ നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. BJP സംസ്ഥാന സമിതി അംഗം KC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്, പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് ഉപ്പട, ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ, സെക്രട്ടറി രമേശ് നായർ, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനീഷ്, എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി, മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ വലിയാട്ടിൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായ്, ഷാജി ജോർജ് എടക്കര തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ ദേശീയ താരമായ U ഷറഫ് അലി.
തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നിലമ്പൂരിൽ LDF നേതൃയോഗം ചേർന്നു. മുൻ ഇന്ത്യൻ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാരനാണ് യു ഷറഫ് അലി. കേരള ഫുട്ബോൾ ടീമിന്റെ ഡിഫൻഡറായിരുന്നു. കോളേജ് പഠനകാലത്ത് കോഴിക്കോട് സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഷറഫ് അലി കളിച്ചത്. നിലവിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കരുത്തനായ ഒരു സ്വതന്ത്രനെ പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാകുവാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കുവാൻ ഷറഫ് അലിയുടെ ജനപ്രീതിയും കായികരംഗത്തെ സ്വാധീനവും ഗുണകരമാകും എന്നാണ് CPM വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വലിയ സ്വീകാര്യത വോട്ടായി മാറുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. യോഗത്തിൽ ഷറഫ് അലി പാർട്ടി ഓഫീസിലെത്തി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്ന നീക്കത്തിനെതിരെ സംയുക്ത സംഘടന NCC-OEEE ജോലിയിൽ നിന്ന് 2 മണിക്കൂർ വിട്ടുനിന്ന് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. CITU ദേശീയ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ദേശീയ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പല തവണയായി 6 തവണയായി ഏകദേശം പാർലമെന്റിൽ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനായി BJP സർക്കാർ കിണഞ്ഞുകൾ ശ്രമിച്ചു വരുകയാണ്. 2025 കരട് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോവിഡ് കാലത്തിന്റെ ആ ഘട്ടത്തിൽ കർഷക സമരം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ കാർഷിക ബില്ലുകളോടൊപ്പം കൃഷിക്കാർ തങ്ങളുടെ ആവശ്യമായി ഡിമാൻഡായി ഉയർത്തിയത്, അതിലൊരു ഡിമാൻഡ് വൈദ്യുതി നിയമ ഭേദഗതി പാസ്സാക്കേണ്ട എന്നായിരുന്നു. അന്ന് ആ സമരത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഇന്ത്യയിലെ സാധാരണക്കാരായ വൈദ്യുതി ഭേദഗതി ബിൽ ലക്ഷ്യം വെക്കുന്നത് ക്രോസ് സബ്സിഡി ഇല്ലാതാക്കി ഗാർഹിക കൃഷി ഉപഭോക്താക്കൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം വരും. സൗജന്യങ്ങൾ ഇല്ലാതാവും. സ്വകാര്യവൽക്കരണം, തൊഴിൽ സുരക്ഷ ഇല്ലാതാവും. KCB WA ഡിവിഷൻ സെക്രട്ടറി രാജേന്ദ്രൻ V സ്വാഗതം പറഞ്ഞു. AITUC ജില്ലാ ഭാരവാഹി ശിവദാസൻ KP അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി മോഹനൻ T, KCB CWA സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീദ് അലി, പെൻഷനേഴ്സ് അംഗം മനോജ് K, രമേശ് ചേലേമ്പ്ര, സജിത് P, മാത്യു കാരാംവേലി എന്നിവർ സംസാരിച്ചു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 4.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി രാഹുൽ SK യാണ് ഡാൻസ് ഓഫ് SI V മോഹനകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP VV ലതീഷിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിയോടെ പുറ്റമണ്ണ ആമപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 4.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി രാഹുൽ SK യാണ് ഡാൻസ് ഓഫ് SI V മോഹനകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP VV ലതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പുറ്റമണ്ണ ആമപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. അവധിക്കായി നാട്ടിൽ പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 1 ലക്ഷം രൂപയോളം വില വരും. ഡൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ് T, ജിയോ ജേക്കബ്, സാബിർ അലി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എടവണ്ണ പോത്തുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന 2 ഫർണിച്ചർ ഷെഡുകൾ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. 2 വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഷെഡുകളാണ് കത്തിയമർന്നത്. തീ പടർന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 3 ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 4 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. നിലമ്പൂരിൽ നിന്ന് 2 യൂണിറ്റുകളും തിരുവാലി, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ യൂണിറ്റുകളും രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി. ഫയർഫോഴ്സിനോടൊപ്പം പോലീസും നാട്ടുകാരും ERF പ്രവർത്തകരും ചേർന്നാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. JCA നിലമ്പൂർ ജനകീയ സ്വീകരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്തു.
ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. മാത്രമല്ല നിലമ്പൂരിലെ JCIയുടെ പ്രസിഡന്റായി, അതിനുശേഷം നിരവധിയായ അവാർഡുകൾ, ബെസ്റ്റ് JCI പ്രസിഡന്റ് എന്ന നാഷണൽ ലെവലിൽ തന്നെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അവാർഡുകൾ വാങ്ങി എന്ന് മാത്രമല്ല, പിന്നീട് സോണലിൻ്റെ വൈസ് പ്രസിഡന്റായി, ഇപ്പോൾ സോണലിൻ്റെ പ്രസിഡന്റായി മാറിയിരിക്കും. എന്തായാലും നിലമ്പൂരിന് അഭിമാനകരമായ നേട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ഈ ZPA ഇതിന് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ എനിക്ക് വളരെ കാലമായി അറിയാവുന്ന ഒരാളാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന കാലത്ത് തന്നെ വളരെ സജീവമായി, പിന്നെ കുറച്ചു കാലം കേന്ദ്ര വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ പോയി തോന്നുന്നു അല്ലേ, പോയി. അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ അടുത്ത കാലത്താണ്, ഒരു 5-6 വർഷമായിട്ടുണ്ടാവും ഇവിടെ മുക്കട്ട വരാൻ തുടങ്ങിയിട്ട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സോൺ 28-ലെ വാശിയേറിയ ബാലറ്റ് തെരഞ്ഞെടുപ്പിൽ 80% വോട്ട് നേടി പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മീര മേനൂന് നിലമ്പൂരിലെ പൗരാവലി ചേർന്ന് ജനകീയ സ്വീകരണം നൽകി. നിലമ്പൂർ ലോം പ്രസിഡന്റ് സമീർ ബാബു അധ്യക്ഷത വഹിച്ചു. JCI മെമ്പറും നിലവിൽ LGB മെമ്പറുമായ നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോളെ ആദരിച്ചു. നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മൊമെന്റുകൾ നൽകി. നോർത്ത് DFO ധനേഷ് കുമാർ IAS മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നിലമ്പൂർ ചാപ്റ്റർ പ്രസിഡന്റ് മുജീബ് ദേവച്ചേരി, സോൺ സെക്രട്ടറി ജനീഷ് ബാബു, സോൺ ട്രഷറർ ജാബർ മുഹമ്മദ്, സോൺ ഡയറക്ടർ മനു ആന്റണി, വിനോദ് P മേനോൻ, U നരേന്ദ്രൻ, ഷാജഹാൻ പായമ്പാടം, അസ്ലം മംഗലത്ത്, റിയാസ് ചെമ്പൻ, P മോഹനൻ, ട്രഷറർ മീഡിയ സ്പോർട്ട് ഷാജി എന്നിവർ സംസാരിക്കുകയും സെക്രട്ടറി ഷാജിദ നന്ദിയും പറഞ്ഞു. ഇഫ്താർ മീറ്റോടെ പരിപാടി അവസാനിച്ചു. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അക്കാദമിക് ബ്ലോക്കിന്റെയും ക്യാന്റീൻ കോംപ്ലക്സിന്റെയും ശിലാസ്ഥാപനവും ലൈബ്രറിയുടെയും അമ്യൂണിറ്റി സെന്ററിന്റെയും ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. അവരുടെ പരസ്പര ആശയവിനിമയം സാധ്യമാക്കാനും കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റീസ് ഷെയർ ചെയ്യുന്നതിനും പേറ്റന്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക ഉപദേശങ്ങൾ അവർക്ക് നൽകുന്നതിനും ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളെയും ഫെലോഷിപ്പുകളെയും സംബന്ധിച്ച് വിവരം നൽകാനും അന്തർദേശീയ നിലവാരമുള്ള ജേർണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനുമൊക്കെ വിജയകരമായി മുന്നേറുന്ന ഈ പ്രയാണം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പുതിയ വൈജ്ഞാനിക മേഖലകളിൽ ഉയർന്ന പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തിന് എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറം ടൗൺ ഹാളിൽ രാവിലെ 10 നടന്ന ചടങ്ങിൽ P ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനം MLA നിർവഹിച്ചു. അടുത്ത അധ്യയന വർഷത്തോടെ ഇൻകെൽ സിറ്റിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറുവാൻ സാധിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളും വിദ്യാർത്ഥികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഈ തവണ മലപ്പുറത്തിന്റെ വോട്ടിംഗ് ശതമാനം 80%-ലധികം ഉയരണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആശംസ പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും 18.61 കോടി രൂപ ചെലവിലാണ് അക്കാദമിക് ബ്ലോക്കും ക്യാന്റീൻ കോംപ്ലക്സും നിർമ്മിക്കുന്നത്. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.30 കോടി രൂപ വിനിയോഗിച്ചാണ് ലൈബ്രറി, സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്റർ കെട്ടിടവും നിർമ്മിക്കുന്നത്. മാലേക്കൽ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസീർ അഡാട്ടിൽ സ്വാഗതം പറഞ്ഞു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ K സുധീർ IAS, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ, മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുൽ ജലീൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് G അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസ് ആമിയൻ, നഗരസഭാ കൌൺസിലർമാരായ KK ഉമ്മർ, K അബ്ദുൾ റഷീദ്, MK അനിൽകുമാർ, സദാദ് കാംബ്ര, സഫീർ ഉലുവാൻ, CK ഷിഹാർ, നാരായണൻ പാച്ചത്ത്, നജ്മ B, PTA വൈസ് പ്രസിഡന്റ് K സതീഷ് കുമാർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ലുബ്ന ഷൈഖ്, ജനറൽ സെക്രട്ടറി ഫാത്തിമ ഹിബ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PA സലാം, MP മുഹമ്മദ്, ഫെബിൻ മാസ്റ്റർ കളപ്പാടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ KK റഹീന നന്ദി പറഞ്ഞു. ചടങ്ങിൽ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. അമൽ കോളേജ് സാംസ്കാരിക പഠന കേന്ദ്രം, അറബി വിഭാഗം, വിദ്യാർത്ഥി യൂണിയൻ, സ്റ്റാഫ് ക്ലബ്, മൈലാടി മഹല്ല് സമിതി എന്നിവ
സംയുക്തമായി സംഘടിപ്പിച്ച റംദാൻ ടോക്ക് സീരീസിന്റെ 6ാമത് എപ്പിസോഡ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൗക്കത്തലി തോണിക്കടവൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതൻ ഫരീദ് റഹ്മാനി മുഖ്യ സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും മനസ്സിലാക്കുവാനും തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അടുത്തറിയുവാനുമുള്ള അമൂല്യ അവസരമാണ് റമദാൻ നോമ്പുകാലമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോർഡിനേറ്റർ ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, ബിൻഷാദ്, മുഹമ്മദ് ജാസിം എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.